പക്ഷേ മറ്റൊന്നുകൂടിയുണ്ട്. ആനച്ചന്തമെന്നാൽ എന്തെന്നറിയാത്തവർ, ആനക്കമ്പം തൊട്ട് തെറിച്ചിട്ടില്ലാത്തവർ. അവരെ കൂടി ഞൊടിയിടയ്ക്കുള്ളിൽ കയ്യിലെടുക്കാനുള്ള മാസ്മര പ്രഭാവം അവൻ്റെ പക്കലുണ്ടായിരുന്നു. അതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമായിരുന്നു ഒരിക്കൽ E4 എലിഫൻറ്റിനെ തേടിയെത്തിയ ഒരപ്രതീക്ഷിത VIP ഫോൺ കോൾ. ഗണേശൻ്റെ എപ്പിസോഡുകൾ സംപ്രേഷണം ചെയ്യപ്പെട്ട ദിനങ്ങളുടെ തൊട്ടു പിന്നാലെയായിരുന്നു ആ വിളി. മലയാള സിനിമയിലെ പ്രശസ്ത സംഗീത സംവിധായകനായ ദീപക് ദേവാണ് എവിടുന്നോ ഞങ്ങളുടെ നമ്പർ തേടിപ്പിടിച്ച് വിളിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച കാണിച്ച ആ ആന അതെവിടെയാ? എൻ്റെ മിസ്സസിനും കുട്ടികൾക്കും അവനെ ഒന്ന് കാണണമെന്ന് നിർബന്ധം. അതോ അവനാണ് പുല്ലുകുളങ്ങര ഗണേശൻ. കായംകുളത്തിനടുത്താണ് സ്ഥലം. എന്താ അവനോട് ഇത്ര പ്രത്യേകത? അതെന്താന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാനൊന്നും അറിയില്ല. പക്ഷെ അവനെ ഒന്ന് കാണണം. ഞങ്ങൾ അവിടെ ചെന്നാൽ കാണാൻ പറ്റുമോ? പിന്നെന്താ, കാണാമല്ലോ. എറണാകുളത്ത് നിന്നും വരുമ്പോൾ കായംകുളം എത്തുന്നതിന് തൊട്ട് മുമ്പ് വലത്തോട്ട് തിരിഞ്ഞ് പുല്ലുകുളങ്ങര എവിടാന്ന് അന്വേഷിച്ചാൽ മതി. ഒരുപക്ഷേ പുല്ലുകുളങ്ങരക്കാർ പോലും തിരിച്ചറിയാതെയാവും ദീപക് ദേവും കുടുംബവും നാട്ടിലെത്തി ഗണേശനെ കണ്ടിട്ടുണ്ടാവുക. അതെ, പുല്ലുകുളങ്ങരക്കാർ പോലും അറിയാതെ അവരുടെ പ്രതീക്ഷകൾക്കും അപ്പുറത്തേക്ക് തങ്ങളുടെ നാടിന് പേരും പുകഴും ചാർത്തിക്കൊടുത്ത ഒരാനപ്പിറവി. അതായിരുന്നു പുല്ലുകുളങ്ങരക്കാരുടെ ഗണേശൻ. പുല്ലുകുളങ്ങര ഗണേശനെ എത്രയൊക്കെ എങ്ങനെയൊക്കെ വിശേഷിപ്പിച്ചാലും വിലയിരുത്തിയാലും ശരി, ഈ ആന ഒരു നാടിൻ്റെ മനസ്സിൽ കോറിയിട്ട വികാര വിചാരങ്ങൾ എന്തായിരുന്നെന്ന് തിരിച്ചറിയുവാനും അവൻ്റെ അപ്രതീക്ഷിത വിയോഗം അവരെ എങ്ങനെയാണ് കശക്കി എറിഞ്ഞതെന്ന് ബോധ്യപ്പെടുത്തുവാനും നമ്മുടെ വാക്കുകളും ചിന്തയും എല്ലാം അപര്യാപ്തങ്ങളാവും. മറിച്ച് അതിൻ്റെ ആ വേദനയുടെ ആഴവും പരപ്പും അറിയാൻ പുല്ലുകുളങ്ങരക്കാരുടെയും പുല്ലുകുളങ്ങര ഗണേശൻ്റെ ആരാധകരുടെയും മനസ്സുകളിലേക്ക് നമ്മുടെ കണ്ണും കാതും ചേർത്തു വയ്ക്കുക തന്നെ വേണം. എന്താണ് നിങ്ങൾക്ക് ഈ ഒരു ഫാൻസിന് ഈ ആനയോടുള്ള ഒരു നിങ്ങളുടെ അയ്യപ്പദാസ് അല്ലേ, അയ്യപ്പദാസ് പ്രേമൻ എല്ലാവരും, എന്താണ് ഇവൻ്റെ ഒരു നിങ്ങളുടെ ഒരു ആരാധനയ്ക്കുള്ളൊരു കാര്യം എന്തായിരിക്കും? ഇവൻ്റെ സൗന്ദര്യം അതിനോടൊപ്പം സ്വഭാവം. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ സ്വഭാവമാണ്. എന്ന് വെച്ചാൽ ഏറ്റവും കൊച്ചു കുട്ടികൾ വരെ വലിയവർക്ക് വരെ എപ്പോൾ വേണമെങ്കിലും ഇവൻ്റെ ചെല്ലാം, യാതൊരു കുഴപ്പമില്ല. നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ പാപ്പാനില്ലാണ്ട് ഞാൻ എഴുന്നള്ളിച്ചിട്ടുണ്ട്. ഹരിപ്പാട് ഉത്സവത്തിന് ഞാൻ എഴുന്നള്ളിച്ചിട്ടുണ്ട് ഗണേശനെ. ആനക്കാരുമാർ വന്നിട്ട് 3 കൊല്ലത്ത് ഞാൻ എഴുന്നള്ളിച്ചിട്ടുണ്ട്. അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെയുള്ള ആനകൾ വളരെ അപൂർവമായിരിക്കില്ലേ? അതെ, കേരളത്തിൽ തന്നെ വളരെ അപൂർവപ്പെട്ട ഒരു ആനയാണ്. എന്താണ് ഇദ്ദേഹം പറഞ്ഞ നിങ്ങൾ എന്താണ് ഇതിനൊരു കൊടുത്തേക്കണ ഒരു തിരുവിതാംകൂറിന്റെ സൗഭാഗ്യം. പക്ഷെ എനിക്കിതിനകത്ത് തോന്നുന്നത് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന ചില ദോഷങ്ങൾ, അത് ഒരു പക്ഷേ കർമ്മരംഗത്താകാം, പൂജാരംഗത്താകാം. അവിടെ പൂജാരംഗത്തുള്ളവരെ പോലെ തന്നെ ഉത്തരവാദിത്തമുള്ളവരായിരുന്നു ഞങ്ങൾ ഭരണസമിതിയിലുള്ളത്. ഇപ്പോഴും ഭരണസമിതി ഉണ്ടായിരുന്നു. തിരഞ്ഞെടുപ്പിൽ നിന്ന് വിജയിച്ചു കഴിഞ്ഞാൽ അവിടെ ചെന്ന് ദേവൻ്റെ മുന്നിൽ ചെന്ന് ദേവൻ്റെ കാര്യങ്ങൾ വേണ്ടവണ്ണം നോക്കിക്കൊള്ളാം എന്ന് സത്യപ്രതിജ്ഞ ചെയ്താണ് ഞങ്ങൾ അധികാരമേഖല. അത് ഏത് കമ്മിറ്റി ആയാലും അങ്ങനെയാണ്. അതായത് അവിടെ എന്തെങ്കിലും അഹിതം സംഭവിച്ചാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ദേവന് അനിഷ്ടം സംഭവിച്ചാലോ, ഒരുപക്ഷെ പൂജാതി കാര്യങ്ങൾ അനിഷ്ടം സംഭവിച്ചാലോ, മറ്റെന്തെങ്കിലും പ്രവർത്തനങ്ങൾ അനിഷ്ടം സംഭവിച്ചാലോ ഒക്കെ ദേവഹിതം ഞങ്ങൾക്കെതിരാകും, ദേവന് അഹിതമുണ്ടാകാം. അതിപ്പോൾ അവിടെ കുറേ നിർമ്മാണ പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ നടക്കുന്നു. അതൊക്കെ ദേവഹിതം നോക്കിയാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അതിപ്പോൾ 2-3 കൊച്ചു സംഭവങ്ങളായിട്ട് അതിൻ്റെ തെളിവുകൾ ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. തീരെ കൊച്ചെന്ന് പറയാൻ പറ്റില്ല, ഒരു മരണം തന്നെ അവിടെ ഉണ്ടായി, ചെറിയൊരു തീപിടുത്തം ഉണ്ടായി. പക്ഷേ ഇപ്പോൾ തന്നിരിക്കുന്ന ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും ദേവന് പ്രിയപ്പെട്ടതുമായ ആനയെ തന്നെ ഞങ്ങളിൽ നിന്ന് അകറ്റി, ഞങ്ങളിൽ നിന്ന് ഇല്ലാതാക്കിയത്, തിരിച്ചെടുത്തു എന്ന് ദേവനിൽ ലയിച്ചു. അത് ഞങ്ങൾക്ക് വേണ്ടി ആന ആ ബലി കൊടുത്തു എന്ന് ആന ഏറ്റെടുത്തു എന്നുള്ളതിന് വിശ്വാസത്തിലാണ്. ഞങ്ങളുടെ ഒരു സ്വകാര്യ അഹങ്കാരമല്ലായിരുന്നു, ഞങ്ങളുടെ ആ ഗ്രാമത്തിൻ്റെ അഹങ്കാരമായിരുന്ന, ഗ്രാമത്തിൻ്റെ അഭിമാനമായിരുന്ന ആ ആനയെ തന്നെ ഞങ്ങൾ തിരിച്ചെടുത്തത് ഒരുപക്ഷെ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ഷോക്കാണ്, ശിക്ഷയാണ്. ഈ ശിക്ഷ കണ്ട് ഞങ്ങൾ പഠിക്കണം. ഞങ്ങൾ അതിനകത്ത് ആ ഒരു ആത്മവിമർശനം 2-3 ഇൻസിഡൻസ് കാണിച്ചു കൊടുത്തു.